ഞാനൊക്കെ മസാല ദോശ കഴിച്ചിട്ടുള്ളതേ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടാണ് മസാല ദോശ കഴിക്കാറ്. അപ്പോൾ അതിൻ്റെയൊക്കെ കോമൺ മസാല എന്ന് പറയുന്നത് എല്ലാം ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാലയാണ് ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത്. പിന്നെ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഒരു തവണ കോഫി ഹൗസിൽ കയറി കഴിച്ചപ്പോഴാണ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയോ വെജിറ്റബിൾസൂടൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളത് വേറെ മസാല കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിച്ചപ്പോൾ അവിടെ ഇതേപോലെ അതിൽ വെജിറ്റബിൾസ് ധാരാളം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മസാലയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ കോമൺ ഇതായിരിക്കും. പക്ഷേ ഞാൻ ലക്ഷ്മി നായരുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ ഈ മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അത് ഉരുളക്കിഴങ്ങ് മാത്രമുള്ളത്. അന്ന് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കി എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്ന് നോക്കണം എന്നുള്ളത്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് അങ്ങ് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അതൊന്ന് കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തക്കാളിപ്പഴവും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചി കൊത്തി അരിഞ്ഞെടുക്കും. എല്ലാത്തിനും എടുക്കും. പിന്നെ നമ്മുടെ ഉഴുന്നും ഒക്കെ ഇട്ട് കടുക് വറുത്ത് പിന്നെ പച്ചമുളക് ഇട്ട് വഴറ്റി പിന്നെ ഈ മസാലയ്ക്കകത്തിൽ ഓരോന്നായിട്ടിട്ട് വഴറ്റിയിട്ട് ഞാൻ നമ്മുടെ മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർത്തായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ വഴറ്റിയെടുത്ത് അതിനുശേഷം നമ്മൾ ദോശ ഇരുമ്പ് തവയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വലിയതായിട്ട് പരത്തി അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇച്ചിരി ഗുണ്ടുമണി ദോശയാണ്. അതുപോലെ മസാല ഇത്തിരി ഗുണ്ടായിട്ട് വെച്ചാണ് ഞാൻ കഴിച്ചത്. അതിൽ വലിയ ലുക്കിലൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. മസാല ഏറെ വെച്ച് ഇഷ്ടംപോലെ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദോശയും കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ തീർക്കണമല്ലോ. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും വളരെ നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയ്ക്ക്. പിന്നെ മുളക് നമ്മൾ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മുളക് കുട്ടികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ചിലർക്ക് എരിവ് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. എനിക്ക് ഇത്തിരി എരിവുണ്ടാവുന്നതാണ് ഇഷ്ടം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കാണും വരേക്കും ബൈ ബൈ.